ഹലോ, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ വിത്ത് മൈ കസിൻസ് കണ്ടാലോ. അങ്ങനെ ഞാനൊരു 6:30 എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കസിൻസായിട്ട് നമ്മുടെ ഉമ്മാടെ വീട്ടിൽ കൂടാൻ പോകുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ വേഗം ചെന്ന് എന്താ പറയുക, തലയിലിടാനുള്ളൊരു ഹെയർ പാക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഇന്ന് നമ്മൾ അവിടെ വെച്ച് KFC ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ ഓൺ റെസിപ്പിയാണ്, ഞാൻ തന്നെയാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മൾ തലയിലൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് പുരട്ടാനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എന്താ പറയുക, ഇഞ്ചിയും പച്ചമുളകൊക്കെ റെഡിയാക്കി, പിന്നെ വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് കിറ്റിലാക്കി കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. പിന്നെ ഈ സമയം നോക്കിയപ്പോൾ റെഡി ആയിക്കെ കഴിഞ്ഞ് നമ്മൾ സെറ്റായിരുന്നു. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുത്തിട്ടുണ്ടായി. ഗെറ്റ് റെഡി വിത്ത് മീ ഷോർട്സിൽ വരുന്നതാണ്. അങ്ങനെ നമ്മൾ ഫുൾ റെഡിയായി വന്ന് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ കുറച്ച് അധികം റീൽസ് എടുക്കാറ് 3 എടുക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റീൽസൊക്കെ എടുത്തതിന് ശേഷം നേരെ നമ്മൾ ഉമ്മാടെ വീട്ടിൽ പോകുകയാണ് ഗൈസ്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞങ്ങൾ കുറേ നാളായി ഇതുപോലെ കൂടണമെന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ ഞാനും ഉമ്മയും എൻ്റെ അനിയനും കൂടിയാണ് പോകുന്നത്. പിന്നെ കയ്യിൽ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, KFCയിലേക്ക് ഇടാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മളുടെ മമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സെറ്റായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഫോണിൽ കളിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ലുഡോ കളിച്ചു. ഞങ്ങൾ ടീമായിട്ടാണ് കളിച്ചത്. അങ്ങനെ ഞങ്ങൾ 6 പേരുണ്ട് കേട്ടോ ഗൈസ്. അങ്ങനെ ലുഡോ ഒക്കെ കളിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ ചില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ നമ്മൾ കുറേ നേരം ലുഡോ ഒക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇവിടെ എൻ്റെ കസിനാണ്, ഇതെൻ്റെ സിസ്റ്ററാണ്, യങ് സിസ്റ്ററാണ് ഗൈസ്. അപ്പോൾ അവൾ യൂട്യൂബ് ഉണ്ട്, അപ്പോൾ എനിക്ക് യൂട്യൂബ് ഉണ്ട്. ഞങ്ങളുടെ വീട്ടിൽ 2 പേർക്കാണ് ഗൈസ് യൂട്യൂബ് ഉള്ളത്. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കണം. അപ്പോൾ അല്ലുവിനോട് ചെയ്യാൻ പറയണം. അപ്പോൾ അവൾക്ക് ഇഷ്ടമാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അവൾ അരിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എൻ്റെ അനിയന്മാരാണ് 2 പേരാണ് ചിക്കൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കുന്നത്. അങ്ങനെ നമ്മൾ അവർ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് കുറച്ച് നേരം നമ്മൾ എന്താ പറയുക, മെലഡി സോങ്ങൊക്കെ വെച്ച് ഒരുമിച്ച് പാട്ടൊക്കെ പാടി നമ്മൾ നല്ല സെറ്റായിട്ട് വൈബ് അടിച്ചിരുന്നു ഗൈസ്. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല അടിപൊളി DJ പാട്ടുകളൊക്കെ വെച്ച് പിന്നെ ഞങ്ങൾ തുള്ളലായിരുന്നു കിടന്ന്, ഡാൻസിൻ്റെ ബഹളമായിരുന്നു. അങ്ങനെ കുറേ പാട്ടൊക്കെ വെച്ച് ഞങ്ങൾ നല്ല രീതിക്കൊക്കെ ഡാൻസ് കളിച്ചു. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ട് നല്ല വൈബ് അടിച്ചൊക്കെ ഞങ്ങൾ ഡാൻസ് കളിച്ചു. ഓരോ പാട്ട് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് DJ പാട്ട്സാണ് ഞങ്ങൾ വെക്കാറ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ തുള്ളാനായിട്ട് കുറച്ചുകൂടി ഉണ്ട്, അതുപോലെ സ്റ്റെപ്പ് ഉള്ളതൊക്കെ. അങ്ങനെ ഈ ഒരു വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ബിങ്കു വരണേൻ്റെ ടൂണായിരുന്നു. അതിന് കുറച്ച് നേരം ഞങ്ങൾ ഡാൻസ് കളിച്ചു. നേരെ തിരിഞ്ഞ് നിന്നിട്ട് കുറച്ച് നേരം അനങ്ങാണ്ട് നിന്നു കാരണം അത് കഴിഞ്ഞിട്ടായിരുന്നു ഒരു ടൂൺ വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കിടന്ന് തുള്ളലായിരുന്നു. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാൻസാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസത്തെ. അങ്ങനെ നമ്മുടെ കുഞ്ഞനീനൊക്കെ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഡാൻസ് കളിച്ച് നമ്മൾ ഡാൻസ് കഴിഞ്ഞപ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം ചോറ് വയ്ക്കാനായിട്ട് പോയി. മമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള പൊട്ടിക്കറിയും ചോറായിരുന്നു. ഇവരൊക്കെ ബിരിയാണി കഴിച്ചത്, ഞാൻ വെറും ചോറ് അയച്ചത്. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, KFCയുടെ കുറച്ച് ഐറ്റംസൊക്കെ സെറ്റാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ സെറ്റാക്കി. പിന്നെ അവരൊക്കെ എന്താ പറയുക, ചിക്കനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കുന്നുണ്ട് അവരൊക്കെ. ഞാനാണെങ്കിൽ ഇവിടെ ഒരു സൈഡിൽ നിന്ന് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേനും ഇവരെന്നെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവരുടെ വീഡിയോ എടുക്കരുതെന്ന്. എന്നിട്ട് അവരെടുത്തു ഗൈസ്. അങ്ങനെ നമ്മുടെ ചിക്കൻ അവിടെ സെറ്റായി വരുന്നുണ്ട് ഗൈസ്. എല്ലാവർക്കും നല്ല മണമൊക്കെ അടിച്ച് അത്യാവശ്യം അടിപൊളിയായിട്ട് മണമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും പറയണ്ടായി, പൊന്നു നീനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ നമ്മളത് കുറച്ച് സമയം പിടിച്ച് പൊരിക്കാനായിട്ട് പൊരിച്ച് ഫസ്റ്റ് ട്രിപ്പ് ഇട്ടപ്പോൾ തന്നെ പാത്രത്തിലിട്ടത് മാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ. അങ്ങനെ നമ്മൾ എന്താ പറയുക, ചിക്കനൊക്കെ പൊരിച്ച് കഴിഞ്ഞു. അത് നമ്മളുടെ പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മളിനി കഴിക്കാൻ തുടങ്ങാം. കഴിക്കുന്നത് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. കാരണം വെച്ചാൽ പാത്രം നിരത്തി വെച്ച് മയോണൈസും വെച്ചത് മാത്രമേ ഓർമ്മ ഉണ്ടായുള്ളൂ. അപ്പോഴത്തേനും എവിടെ നിന്നൊക്കെ കൈ വന്നു പെട്ടെന്ന് ചിക്കനൊക്കെ കാണാണ്ടായി ഗൈസ്. എങ്ങനെയൊക്കെ എല്ലാവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് എന്നോട് പറഞ്ഞു. നമ്മൾ ചിക്കനൊക്കെ കഴിച്ച് കുറച്ച് നേരം എന്താ പറയുക, വടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് വയറൊക്കെ എന്ന് പറഞ്ഞ് മൊത്തത്തിൽ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ 6:15 ആയിട്ട് നമ്മൾ കുറച്ച് നേരം കിടന്നുറങ്ങി കുറച്ച് നേരം ലുഡോ ഒക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമയം വൈകിട്ടുണ്ടായി. പിന്നെ നമ്മൾ കുറച്ച് നേരം എന്താ പറയുക, ഷവർമ്മക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. എൻ്റെ കടയിൽ നിന്ന് ഷവർമ്മ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്, അൽഹുദയിൽ. അങ്ങനെ നമ്മൾ ഷവർമ്മ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സന്തോഷമായി ഗൈസ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി റോൾ ഷവർമ്മ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക, ലുഡോ കളിച്ചു. ലുഡോയിൽ ഞങ്ങൾ ജയിച്ചു ഗൈസ്. എന്ത് ചെയ്യാനാണ് ഗൈസ്, ഞങ്ങൾ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞൊരു കളിയുണ്ട്, അതും കളിച്ചു.
അതിൽ ഗൈസ് ഞാൻ എൻ്റെ അനിയന് ഫോർത്തായിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വേഗം മാർക്കൊക്കെ കണക്കൂട്ടി. അപ്പോൾ തന്നെ എൻ്റെ ഉമ്മയും പാപ്പയും വന്ന് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇതാണ് മൈ ഡേ വിത്ത് മൈ കസിൻസ്. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് ടാറ്റാ ബൈ, സീ യു ഗൈസ്.